ഹലോ ഗൈസ്. അപ്പോൾ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് സ്കൂൾ വെർഷനാണ്. അത് കഴിഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് മറ്റേ കൊച്ചിയിൽ പോയപ്പം ഒരു ദിവസമാണ്. പിന്നെയും നിങ്ങൾ ആ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്ലേലിസ്റ്റ് ഒരു മിനിറ്റ്. നിങ്ങൾ ആ ഡേ ഇൻ മൈ ലൈഫിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി അതിനകത്ത് കുറച്ചും കൂടി വീഡിയോസ് കാണും. അത് എ ഡേ ഇൻ അതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഫോമാറ്റിലല്ല. ഞാൻ രാവിലെ എണീച്ചു, കറക്റ്റ് 6 മണിക്ക് എണീച്ചു. എന്നെ ഒരു ഒരു ഫ്രണ്ട് വിളിച്ചു. എന്നിട്ട് അവനെ ടിക്കറ്റ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു 10 മണിക്ക് അത് തുറക്കൂല. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് അയച്ചാൽ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് അയച്ചേക്കാന്ന് പറഞ്ഞു. കൺഫേം ആയാൽ മതി. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാലോ ടിക്കറ്റ് കൺഫേം ആയില്ല. എന്താ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. സോ ആൻഡ് വീട്ടിന്റെ ടെറസിന് അവിടെ നിൽക്കുവാണ്. സോ സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്ത് പോകണം. അത് മാത്രമല്ല, പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തു പോരാ, അപ്പൊ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്ത് നിന്നാവാം. അപ്പം ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺഡേ അമ്പൂരി പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ അറിയാലോ, നിറച്ച് മരയിലായത് കൊണ്ട് നമ്മളത് ഇത് ചെയ്യണം. ഇനിയിപ്പം ഇവിടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയും ഓക്കെയാണ്. പക്ഷെ മഴ ആയത് കൊണ്ട് ഇവിടെ നിന്ന് പിന്നെ 1.5 മണിക്കൂറുണ്ട് ഏകദേശം. നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുപ്പിച്ച് വരും. അപ്പോ അതുകൊണ്ടാണ്. അപ്പം പിന്നെ അതുകൊണ്ട് പ്ലാനില്ല. കാരണം അറിയാലോ 2 ദിവസമായിട്ട് മഴയാണ്. മഴയത്ത് പല സ്ഥലങ്ങളും അപ്പൊ ഒരു വെള്ളത്തിലാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് അമ്പൂരി ഇപ്പത്തേക്ക് ക്യാൻസൽ ചെയ്തു. ഇനി നാളെ, അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന്റെ തലേ ദിവസം ഒരു ട്രിപ്പുണ്ട്. അപ്പം ആ ഒരു ട്രിപ്പ് അതാണ് ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പ്. കാരണം അത് 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. അപ്പോ അത് നടക്കുന്നുണ്ട്. കാരണം മഴയാണ്. അപ്പൊ എല്ലാം നടക്കുമെന്തോന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളുടെ ബെസ്റ്റ് രീതിയിൽ ട്രൈ ചെയ്യും. അപ്പം ഇന്ന് അമ്പൂരിയിൽ പോകേണ്ട നമ്മളിപ്പോ തിരിച്ചിരിക്കുകയാണ്, വീട്ടിൽ തന്നെയാണ്. സോ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഇന്ന് ടെറസിലേക്ക് പോവാനുള്ള വഴി കണ്ടു. മഴ പെയ്ത് ഫുള്ള് ഇവിടെ ചാർക്കും. അതായത് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ചിറക്കടിച്ച് ചെയ്യും. അപ്പൊ ഞാൻ താഴെ ഇറങ്ങിയിട്ട് അടുത്ത ഡീറ്റെയിൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇത് എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ ഫിലിം സിറ്റി ടൂറാണ്. എൻ്റെ മറ്റേ ഇമാജിനറി വേൾഡിലെ ഒരു മിനിയേച്ചർ മോഡലാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ കാണും. വീഡിയോ ഒരു 2 പാർട്ടാക്കി ഇറങ്ങാൻ. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂഷൻ ആണ്. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം എന്താ പറയാ, സിസ്റ്റത്തിന്റെ അവിടെ നിൽക്കുവാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഞാൻ മിക്കവാറും എന്തെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് തന്നെ വീഡിയോ ചെയ്യുന്ന മുമ്പ് തന്നെ അതിൻ്റെ ഒരു തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് അപ്പം എഡിറ്റ് ചെയ്ത് പോകും. കാരണം അന്നത്തെ റീസൺ അപ്പം എഡിറ്റ് ചെയ്തങ്ങ് പോയാലും നമ്മളിപ്പം ഞാനിപ്പോൾ എല്ലാ കാര്യവും ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. സോ അതിന് കുറച്ചേരം കട്ടിൽ കിടന്നതിന്റെ വിഷ്വൽസ് ആണ് ഇങ്ങനിപ്പോൾ കണ്ടത്. അപ്പം അത് കഴിഞ്ഞ് വേണം നമുക്ക് ഇത് ചെയ്യാൻ.
ഓക്കെ. എന്താ ഇപ്പം എനിക്കിപ്പം ഞാൻ പക്ഷേ കാരണം ഞാൻ ഒരിക്കലും ഒരു എക്സാം ചെയ്യുന്ന ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പഴയ ഫോണിൽ. അത് എക്സാം കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ പഴയ ഫോൺ ഫുള്ളോട്ട് അടിച്ചു പോയല്ലോ. അതുകൊണ്ട് ആ ഒരു വീഡിയോ പിന്നെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അപ്പം അങ്ങ് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇടും. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഫോണിന് ഒട്ടും സ്റ്റോറേജ് ഇല്ലായിരുന്നു. പിന്നെ അതായത് കുറെ അനാവശ്യമായിട്ടുള്ള കുറെ കീശേ ഫയൽസ് ഉണ്ടായിരുന്നു. അപ്പം കുറെ അനാവശ്യമായിട്ടുള്ള കീശേ ഫയൽസിൽ ഇപ്പം ഞാൻ എടുത്ത് കളഞ്ഞ ഫോൺ ഒന്നുകൂടെ റീസെറ്റ് ചെയ്തു. ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്തപ്പം അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. ഞാൻ പിന്നെ അപ്പം എഡിറ്റ് ചെയ്ത് അങ്ങ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇട്ടാൽ മതി. യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, അത് പിന്നെ ഷെഡ്യൂൾ മാറ്റി വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം രീതിയിൽ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. സോ ഇത് ചെയ്യട്ടെ. ഒരു തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് എൻ്റെ ലാപ്ടോപ്പെല്ലാം സെറ്റ് ആക്കുവാണ്. അത് ഞാൻ പുറത്തു പോകുന്ന റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ബീറ്റ വെർഷൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. IRCTC ബീറ്റ വെർഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. തക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. മാസ്റ്റർ ലിസ്റ്റ് എങ്ങനെയാണ് മാസ്റ്റർ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. ഞാൻ തക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ്. ഇനിയിപ്പം ഇനിയൊരു 24 മിനിറ്റും കൂടെ ഉള്ളൂ. ഈ ഒരു ബീറ്റ വെർഷൻ ഇല്ലേ, തക്കാൽ എടുക്കുമ്പോൾ മറ്റേ നമ്മൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട കറക്റ്റ് സമയം ഇങ്ങനെ റിഫ്രഷ് നിൽക്കിയാൽ മതി. ഓക്കെ, റിഫ്രഷ് നിൽക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ടൈം ആവാത്തതുകൊണ്ടായിരിക്കും വരാത്തത്. പഴയ വെബ്സൈറ്റിനാളും ബീറ്റ വെർഷനിൽ കുറച്ചും കൂടി സീറ്റ് കാണും. കുറച്ചുകൂടി സീറ്റ് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതാണ്. അപ്പം ബീറ്റ വെർഷനെ കുറിച്ച് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. ഓണത്തിന് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താ പറയുക ഈ ചാനലിൽ തന്നെ വരും. അപ്പോൾ അത് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതും കൂടി പ്ലാൻ ചെയ്യുകയാണ്. മിനിമം 20 മിനിറ്റ് ഉണ്ട്, 10 മണിയാവാം. ബി പ്രൊഡക്റ്റീവ്. ബീറ്റ വെർഷൻ വെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം കൺഫേം ആയി കേട്ടോ. അത് അങ്ങനെ ആണല്ലോ, അല്ലെങ്കിൽ അത് കൺഫേം ആയി കേട്ടോ. അത് ബീറ്റ പക്ഷേ പല IRCTC വെബ്സൈറ്റ് വെച്ചാലും കുറച്ചുകൂടി ഫാസ്റ്ററാണ്. കാരണം കറക്റ്റ് 10:01 തന്നെ എന്താ പറയുക പേയ്മെന്റ് പോയി എനിക്ക് ഉടനെ തന്നെ മെസ്സേജ് വന്നു. മെയിലിലും SMS ആയിട്ട് വന്ന ടിക്കറ്റ് കൺഫേം ആയെന്ന് പറഞ്ഞു. ഓക്കെ, സോ തക്കാൽ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബീറ്റ വെർഷനിൽ ഓരോ സമയത്ത് തക്കാൽ എടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ്. സോ
പാട്ട് കേൾക്കുക, അതാണ്. അങ്ങനെ ടിക്കറ്റ് അയച്ചു കൊടുത്ത് ഓക്കെ. സോ തക്കാളിക്കറി ബുക്ക് ചെയ്യുമ്പോൾ ബീറ്റാ, പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് തന്നെ മാസ്റ്റർ ലിസ്റ്റും ചെയ്ത് വെക്കണം. അപ്പം തന്നെ എന്താ പറയുക, ആധാർ വെച്ച് ഇനേബിൾഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി. അപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം, ഇനിയൊരു അരമണിക്കൂറിനുള്ളിൽ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങും. സോ ഫാമിലി ഫോട്ടോ എടുക്കാൻ വലുതക്കാടുള്ള പാരമൗണ്ടിലാണ് പോയത്. പക്ഷെ അവിടെ എന്താ പറയാ, ഫോട്ടോഗ്രാഫർ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നേരെ തമ്പാനൂരുള്ള അയ്യൂര കോളേജിലുള്ള പാരമൗണ്ടിൽ നിൽക്കുകയാണ്. ഫോട്ടോ എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഫോട്ടോ മീൻസ് പ്രോസസ് ആവാൻ സമയം എടുക്കുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ എടുത്ത ചെറിയൊരു ക്ലിപ്പാണിത്. അടുത്തത് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഫോണിൽ ഇത് മുമ്പ്, അതായത് ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ മുമ്പുള്ള വിഷ്വൽസ് ഞാൻ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തു. അത് നേരെ ഞാൻ ടാബിലേക്ക് കണക്ട് ചെയ്തു. ഞാൻ സൈഡിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കൊടുത്തേക്കാം. സോ അങ്ങനെ ടാബിലേക്ക് പോയി, ടാബിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. കണ്ടോ, സ്ക്രീൻ റെക്കോർഡിങ് അങ്ങനെ വന്നു. അതിൽ ഫോൾഡർ 1 എല്ലാം സെലക്ട് ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ പോകും. ആൻഡ് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം, അതായത് പെട്ടെന്ന് ഇപ്പം എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ടാബ് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം ഞാൻ ഫോൺ വഴി തന്നെ ആയിരിക്കും ചെയ്യുക. പക്ഷെ വോയിസ് ഓവർ കൊടുക്കേണ്ടത് വോയിസ് ഓവർ തന്നെ കൊടുക്കും, കാരണം ഞാൻ മാക്സിമം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കത്തില്ല. ഇപ്പോൾ ഫയൽ മൂവ് ആവുന്നുണ്ട്. അവിടെ പാട്ട് ആസ് യൂഷ്വൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ റിഫ്രഷ്മെന്റ് ആണ്. സോ ഞാൻ അങ്ങനെ പാട്ടും കേട്ട് ടാബിൽ അത് എത്ര പെർസെൻറ്റേജ് ഫയൽ മൂവ് ആയെന്നും കൂടെ നോക്കിയിരിക്കുകയാണ്. സോ അങ്ങനെയാണ് റെക്കോർഡിങ് ഓൾമോസ്റ്റ്, അല്ല ഫയൽ ട്രാൻസ്ഫർ ആവുന്നത് ഓൾമോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം നേരെ പെൻഡ്രൈവ് ഊരിയ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നേരെ ഇൻഷോട്ടിൽ പോയി എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് മൊത്തവും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്നിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുക. അപ്പം പിന്നെ ആ ഇൻഷോട്ടിന്റെ ലോഗോ അങ്ങ് പോവും. എന്നിട്ട് വാച്ച് ആഡ് കൊടുക്കുമ്പോൾ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് ആഡ് ലോഡ് ആവൂല. സോ അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണ്. മൊത്തം എഡിറ്റ് ചെയ്യുകയാണ്. ഇതിനി അതനുസരിച്ച് അതിൻ്റെ സൈസെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ, ഈ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത്. കാരണം ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അതിപ്പോൾ എന്താ, ലോഗോ ആഡ് ചെയ്യും. കാരണം എൻ്റെ വീഡിയോസിന് ഞാൻ മാക്സിമം ലോഗോ കൊടുക്കും. പക്ഷെ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ മറ്റേ ചാനൽ ഇൻട്രോ കൊടുത്തില്ല, ബാക്കി ഇൻട്രോ ആണ് കൊടുത്തത്. ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇപ്പം തന്നെ ഇത് 15 മിനിറ്റ് ആവും. അപ്പം ക്യാമറ വെച്ച് ലൈവ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത് ഇങ്ങനെയാണ്.
സോ ഓക്കെ, സോ ബൈ. സോ മൈക്ക് തന്നെ ഫോണിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി എവിടോട്ടാണ് ഡബ് ചെയ്യേണ്ടതെന്ന് നോക്കണം. വോയിസ് ഓവർ കൊടുക്കണം. അപ്പം എല്ലാം ഒരിക്കലും കോൺസ്റ്റൻ്റ് ആവാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ കാണിക്കാം. സ്ക്രീൻ റെക്കോർഡിങ് സൈഡിൽ കൊടുത്തേക്കാം. മൈക്കില്ലാണ്ട് റെക്കോർഡ് ചെയ്ത സൗണ്ട് കണ്ടോ? ശരി, വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സമയമായി. സ്റ്റക്കാണല്ലേ. സോ ഫാമിലി ഫോട്ടോ എടുക്കാൻ വഴുതക്കാടുള്ള പാരമൗണ്ടിലാണ് പോയത്. പക്ഷേ അവിടെ എന്താ പറയുക, ഫോട്ടോഗ്രാഫർ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നേരെ തമ്പാനൂരുള്ള ആയുർവേദ കോളേജിലുള്ള പാരമൗണ്ടിൽ നിൽക്കുകയാണ്. ഫോട്ടോയെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ മീൻസ് പ്രോസസ് ആവുന്ന സമയം എടുക്കുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ എടുത്ത ചെറിയൊരു ക്ലിപ്പാണിത്. അടുത്തത് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ഫോണിൽ ഇത് മുമ്പ്, അതായത് ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ മുമ്പുള്ള വിഷ്വൽസ് ഞാൻ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തു. അത് നേരെ ഞാൻ ടാബിലേക്ക് കണക്ട് ചെയ്തു. ഞാൻ സൈഡിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കൊടുത്തേക്കാം. സോ അങ്ങനെ ടാബിലേക്ക് പോയി. ടാബിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കണ്ടോ, സ്ക്രീൻ റെക്കോർഡിങ് അങ്ങനെ വന്നു. അതിൽ ഫോൾഡർ 1 എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ പോകും. ആൻഡ് എന്തെങ്കിലും അത്യാവശ്യം ഘട്ടം, അതായത് പെട്ടെന്ന് ഇപ്പം എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ടാബ് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം ഞാൻ ഫോൺ വഴി തന്നെയായിരിക്കും ചെയ്യുക. പക്ഷേ വോയിസ് ഓവർ കൊടുക്കേണ്ടത് വോയിസ് ഓവർ തന്നെ കൊടുക്കും. കാരണം ഞാൻ മാക്സിമം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കത്തില്ല. അപ്പോൾ അതാ ഫയൽ മൂവ് ആവുന്നുണ്ട്. അവിടെ ഞാൻ അതാ പാട്ട് ആസ് യൂസ്വൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ റിഫ്രഷ്മെൻ്റ് ആണ്. സോ ഞാൻ അങ്ങനെ പാട്ട് കേട്ട് ടാബിൽ അത് എത്ര പെർസെൻറ്റേജ് ഫയൽ മൂവ് ആയതും കൂടെ നോക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെ ചെറിയൊരു ഭാഗം ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക് ആഡ് ചെയ്യാനോ എൻ്റെ നെറ്റിലോ, ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. കാരണം മൈക്ക് ഇതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് വോയിസ് ഓവർ ചെയ്യാൻ. സോ ചിലപ്പം ഈ ഒരു ക്യാമറയിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എല്ലാം റെക്കോർഡാവും. റെക്കോർഡിന് സോ അങ്ങനെ ഞാൻ റെക്കോർഡിന് ഓൾമോസ്റ്റ് അല്ല ഫയൽ ട്രാൻസ്ഫർ ആവുന്നത് ഓൾമോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം നേരെ പെൻഡ്രൈവ് ഊരിയ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരെ ഇൻഷോട്ടിൽ പോയി എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് മൊത്തവും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അത് എന്നിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് അപ്പം നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുക. അപ്പം പിന്നെ ആ ഇൻഷോട്ടിൻ്റെ ലോഗോ അങ്ങ് പോവും. എന്നിട്ട് വാച്ച് ആഡ് കൊടുക്കുമ്പോൾ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് ആഡ് ലോഡ് ആവില്ല. സോ അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണ്. അങ്ങനെതാ മൊത്തം എഡിറ്റ് ചെയ്യുകയാണ്. ഇതിനി അതനുസരിച്ച് അതിൻ്റെ സൈസെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ, ഈ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത്. കാരണം
ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലോഗോ ആഡ് ചെയ്യും. കാരണം എൻ്റെ വീഡിയോസിന് ഞാൻ മാക്സിമം ലോഗോ കൊടുക്കും. പക്ഷേ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ മറ്റേ വെൽക്കം മറ്റേ ചാനൽ ഇൻട്രോ കൊടുത്തില്ല, ബാക്കി ഇൻട്രോ ആണ് കൊടുത്തത്. ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇപ്പം തന്നെ ഇത് 15 മിനിറ്റ് ആവും. അപ്പം ക്യാമറ വെച്ച് ലൈവ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത് ഇങ്ങനെയാണ്. സോ ഓക്കെ, സോ ബൈ. ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ആദ്യത്തെ 6 മാസം, അതായത് 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ അല്ല മാർച്ച്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. മീൻസ് അങ്ങനെയുള്ള ആ ഒരു ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ പക്ഷേ ആഫ്റ്റർ എ ബ്രേക്ക് എനിക്ക് എന്തുകൊണ്ട് ആ ഒരു ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറിച്ചൊരു വീഡിയോ ആണ്. സോ ഇത് 2 പാർട്ട് ഉണ്ടാവും. ബിക്കോസ് ഞാൻ പറഞ്ഞു വന്നപ്പം അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, ഇപ്പം തന്നെ 17 മിനിറ്റോളം ആയിട്ടുണ്ട്. സോ ഞാനത് നോക്കട്ടെ, എവിടെ വെച്ച് 2 പാർട്ടാക്കാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ എന്താ പറയുക സിംഗിൾ പാർട്ട് തന്നെയായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ വേറെ ഒന്നും പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് മീൻസ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ എടുത്തതെന്നുള്ളതിൻ്റെ റീസൺ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ആ ഒരു ഈ വെള്ളിയാഴ്ചത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യല്ലാത്തത് കൊണ്ട് കുറച്ചേരം നല്ല ഉറങ്ങി. അപ്പോൾ കുറച്ചേരം ഉറങ്ങിയിട്ട് പെട്ടെന്ന് എന്താ പറയുക, സ്കൂട്ടർ ഞാൻ ബാക്കിയിരിക്കും, ചേച്ചി ഓട്ടിക്കും. എന്നിട്ട് പെട്ടെന്ന് ചുമ്മാ ഇവിടെ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം കറങ്ങി കുറച്ച് സാധനം വാങ്ങിക്കി വന്ന് അതൊക്കെ വാങ്ങിച്ച് നേരെ വന്ന് പിന്നെ കുറേ നേരം ഞാൻ ഫോണിലായിരുന്നു. പിന്നെ ഫോണിൽ കുത്തി, പിന്നെ ഇടയ്ക്ക് ഗസ്റ്റ് എല്ലാം വന്ന് പിന്നെ ആയി. അപ്പോൾ പിന്നെ ഡിന്നറെല്ലാം കഴിച്ചിട്ട് ഇരിക്കുവാണ്. സോ ഡേ ഇൻ മൈ ലൈഫ്, സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എനിക്ക് രാവിലെ എണീച്ച മുതൽ ഡിന്നർ കഴിക്കുന്ന വരെ ഉള്ളതുണ്ട്. ആൻഡ് ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അത് ഐ ബട്ടണിൽ കൊടുത്തേക്ക്. ഇനിയിപ്പം മറ്റേ സ്കൂട്ടറിൽ നിന്ന് എടുത്ത ചെറിയൊരു വിഷ്വലും പിന്നെ അതിന് മുമ്പ് എടുത്ത വിഷ്വലും മറ്റേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, ഫോം വഴി അപ്ലോഡ് ചെയ്തു. ആൻഡ് രണ്ടായിട്ട് ആയിരിക്കണം. അപ്പം ഇനി താഴെ പോയാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താ പറയുക, സോ എ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണും.